വാർത്താമഴ ഇന്നിതുവരെ പുറത്തുവന്ന വളരെ പ്രധാനപ്പെട്ട വാർത്തകളിലൂടെയാണ് ഇനിയുള്ള മണിക്കൂറിൽ കടന്നുപോവുക. ഏറ്റവും ഒടുവിലായി പുറത്തുവരുന്നൊരു വാർത്തയിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. KSRTC ബസ്സിന് കുറുകെ മേയർ ആര്യ രാജേന്ദ്രൻ വാഹനമിട്ടതിൽ പരിശോധിച്ച് നടപടിയെടുക്കാൻ പോലീസിന് കോടതിയുടെ നിർദ്ദേശം. കന്റോൺമെന്റ് പോലീസിനാണ് തിരുവനന്തപുരം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി നിർദ്ദേശം നൽകിയത്. അഭിഭാഷകനായ ബൈജു നോയലിന്റെ ഹർജിയിലാണ് കോടതിയുടെ ഇടപെടൽ. അജീഷ് ജയകുമാർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത്. അജീഷ്, ഈ നടുറോഡിലെ തർക്കവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള വിവാദം അത് നമുക്ക് മുമ്പിലുണ്ട്. അതിനിടയിൽ ഇപ്പോൾ കോടതിയുടെ ഭാഗത്ത് നിന്ന് ഈ മേയറുടെ നടപടിയുമായി ബന്ധപ്പെട്ട് പരിശോധന വേണം, പോലീസ് അക്കാര്യം അന്വേഷിക്കണം എന്നുള്ളൊരു നിർദ്ദേശം വരുന്നു. എന്താണ് കോടതി വ്യക്തമാക്കുന്നത് അജീഷ്? റീജിത്ത്, ഈ റോഡിലെ ഈ തർക്കത്തിൽ നേരത്തെ തന്നെ ഈ യദു മേയർക്കെതിരെയും MLA സച്ചിൻ ദേവിനെതിരെയും പരാതി നൽകിയെങ്കിലും പോലീസ് കേസെടുക്കാൻ തയ്യാറായിരുന്നില്ല. ഇതിനെ തുടർന്നാണ് MLA മറ്റൊരു അഭിഭാഷകൻ മുഖേന ബൈജു നോയൽ മുഖേന തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഒരു സ്വകാര്യ ഹർജി ഫയൽ ചെയ്തത്. ഈ സ്വകാര്യ ഹർജി ഫയൽ സ്വീകരിച്ച കോടതിയാണ് ഇപ്പോൾ ഈ സംഭവം നടന്ന ഈ പാളയത്തിന്റെ അടുത്തുള്ള പോലീസ് സ്റ്റേഷൻ, കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷനിൽ ഈ നിർദ്ദേശം നൽകിയത്. അതായത് എന്താണ് നടന്നതെന്ന് പരിശോധിച്ച ശേഷം നടപടിയെടുക്കുക എന്നൊരു നിർദ്ദേശമാണ് കന്റോൺമെന്റ് പോലീസിന് തിരുവനന്തപുരം കോടതി നൽകിയിരിക്കുന്നത്. ഈ പരിശോധന നടത്തിയ ശേഷം അതിൽ കഴമ്പുണ്ടെങ്കിൽ പോലീസിന് കേസെടുക്കാം. ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി എന്നാണ് മേയർക്കെതിരെയുള്ള അഭിഭാഷകന്റെ പരാതി. സച്ചിൻ ദേവിനെതിരെയുള്ള പരാതി എന്ന് പറയുമ്പോൾ ബസ്സിൽ അതിക്രമിച്ചു കയറി ഭീഷണിപ്പെടുത്തി എന്നാണ്. ഈ കേസുകളിലാണ്, ഈ ഹർജിയിലാണ് ഇപ്പോൾ കോടതി കന്റോൺമെന്റ് പോലീസിന് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. പോലീസ് ഈ കോടതി നിർദ്ദേശപ്രകാരം ഇനി പരിശോധന നടത്തി കേസ് സ്വീകരിക്കാനോ അതല്ല തള്ളാനോ സാധ്യതയുണ്ട്. ശരി, മേയർക്കെതിരെ കേസെടുക്കാൻ കഴിയില്ല എന്നുള്ള നിലപാടാണ് പോലീസ് ഈ വിഷയത്തിൽ സ്വീകരിച്ചിട്ടുള്ളത്. അതിനിടയിലാണ് KSRTC ബസ്സിന് കുറുകെ മേയർ ആര്യ രാജേന്ദ്രൻ വാഹനമിട്ടതിൽ പരിശോധിച്ച് നടപടിയെടുക്കണം എന്നുള്ളൊരു നിർദ്ദേശം പോലീസിന് കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്. കന്റോൺമെന്റ് പോലീസിനാണ് തിരുവനന്തപുരം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അജീഷ് ജയകുമാർ തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. വീട്ടുജോലിക്കാരിയെ പീഡിപ്പിച്ച കേസിൽ കസ്റ്റഡിയിലെടുത്ത മുൻ മന്ത്രി HD രേവണ്ണയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. പ്രാഥമിക ചോദ്യം ചെയ്യൽ തുടങ്ങിയിരിക്കുകയാണ്. HD കുമാരസ്വാമിയുടെ വസതിയിൽ നിന്നാണ് HD രേവണ്ണയെ പിടികൂടിയത്. ഇന്ന് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കില്ല എന്നുള്ള വിവരവും പുറത്തു വരുന്നുണ്ട്. അരുൺ പൂപ്പറമ്പ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി ബംഗളൂരുവിൽ നിന്ന്. അരുൺ, തെരഞ്ഞെടുപ്പ് കാലത്ത് വലിയ രീതിയിലുള്ള വിവാദമായി ഇത് മാറിക്കൊണ്ടിരിക്കുകയാണ്. വലിയ രാഷ്ട്രീയ ആയുധമായി, വലിയ രാഷ്ട്രീയ ചേരിപ്പോരായി മാറിയിരിക്കുന്ന കേസാണ്. അതിനിടയിൽ രേവണ്ണയുടെ അറസ്റ്റ്, തുടർന്നുള്ള പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നടപടികൾ, ഏറ്റവും ഒടുവിലായി പങ്കുവയ്ക്കാൻ കഴിയുന്ന വിവരങ്ങൾ എങ്ങനെയാണ് അരുൺ പൂപ്പറമ്പ്? റീജിത്ത്, തീർച്ചയായും കർണാടകയിൽ വലിയ രാഷ്ട്രീയ ചലനങ്ങൾക്ക് വഴിയൊരുക്കാവുന്ന സംഭവവികാസങ്ങളാണ് ഇന്നുണ്ടായത്. മുൻ മന്ത്രി HD രേവണ്ണയെ പ്രത്യേക അന്വേഷണ സംഘം ലൈംഗിക അതിക്രമ കേസിൽ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അല്പസമയം മുമ്പ് HD രേവണ്ണയെ വൈദ്യപരിശോധനക്കായി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. എന്നാൽ ഇന്ന് മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കില്ല എന്നതാണ് നമുക്ക് ലഭ്യമാവുന്ന വിവരം. നാളെ ഉച്ചയ്ക്ക് ശേഷമായിരിക്കും ഈ മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കുക. അതിനു മുമ്പ് പ്രാഥമികമായിട്ടുള്ള ചോദ്യം ചെയ്യൽ പൂർത്തീകരിക്കും എന്നതാണ് അന്വേഷണ സംഘത്തിൽ നിന്നും നമുക്ക് ലഭ്യമാവുന്ന വിവരം. രണ്ട് പ്രധാനപ്പെട്ട കേസുകളിലാണ് ഈ അറസ്റ്റ് ഉണ്ടായിട്ടുള്ളത്. അതിലൊന്ന് പീഡനത്തിനിരയായ മൈസൂരു സ്വദേശിയായിട്ടുള്ള സ്ത്രീയെ തട്ടിക്കൊണ്ടുപോയി എന്ന ഒരു കേസ്. ആ കേസിൽ ആ ഇരയുടെ മകന്റെ പരാതിയിലാണ് അന്വേഷണ സംഘം കേസെടുത്തത്. പിന്നീട് അതോടൊപ്പം തന്നെ ഈ വീട്ടുജോലിക്കാരിയായ യുവതിയെ ലൈംഗികാതിക്രമത്തിന് ഇരയാക്കി എന്ന കേസ്, അത്തരത്തിൽ രണ്ട് കേസുകളാണുള്ളത്. ഈ കേസിൽ 3 തവണ ഈ നോട്ടീസ് ഉൾപ്പെടെ, അതായത് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നോട്ടീസ് നൽകിയിരുന്നു. എന്നാൽ രേവണ്ണ ചോദ്യം ചെയ്യലിന് ഹാജരായില്ല. പിന്നീടാണ് ഈ ലുക്കൌട്ട് നോട്ടീസ് ഉൾപ്പെടെ പുറപ്പെടുവിച്ചത്. അതിനുശേഷം നാടകീയമായ നീക്കങ്ങളുടെ അറസ്റ്റ് ഉണ്ടാവുകയും ചെയ്തു. ഇന്ന് മുൻകൂർ ജാമ്യാപേക്ഷ, ഈ കേസിൽ മുൻകൂർ ജാമ്യാപേക്ഷ പീപ്പിൾ റെപ്രസെൻറ്റേറ്റീവ് കോടതി, ബംഗളൂരിലെ കോടതി പരിഗണിച്ചിരുന്ന ആ ജാമ്യാപേക്ഷ തള്ളുകയും ചെയ്തു. അതിനുശേഷമാണ് അന്വേഷണ സംഘത്തിന്റെ നിർണായകമായ നീക്കമുണ്ടായത്. ബംഗളൂരുവിലും അതോടൊപ്പം തന്നെ ഹാസനിലും ഒരേ സമയത്ത് അന്വേഷണ സംഘത്തിന്റെ 2 സംഘങ്ങളായി തിരിഞ്ഞ് തെരച്ചിൽ നടത്തി. അങ്ങനെ ബംഗളൂരുവിലെ ദേവഗൌഡയുടെ വീട്ടിൽ ഈ രേവണ്ണയുണ്ട് എന്ന് വിവരം ലഭിക്കുന്നു. 6 മണിയോടെ അന്വേഷണ സംഘം അവിടെ എത്തി. 6:30 കസ്റ്റഡിയിലെടുത്ത് SITയുടെ ഓഫീസിലേക്ക് എത്തിക്കുന്ന അത്തരത്തിൽ വളരെ പെട്ടെന്നുള്ള നീക്കമായിരുന്നു അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. എന്തായാലും ഞാനിപ്പോൾ നിൽക്കുന്നത് ബംഗളൂരുവിലെ SIT ഓഫീസിന് മുന്നിലാണ്. ഇപ്പോൾ അല്പസമയം മുമ്പാണ് രേവണ്ണയെ വൈദ്യപരിശോധനക്കായി കൊണ്ടുപോയത്. നേരെ തിരിച്ച് ഇവിടെ തന്നെ
ഈ ഓഫീസിൽ തന്നെ എത്തിക്കും. നാളെ ഉച്ചയ്ക്ക് ശേഷമായിരിക്കും മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കുക എന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. എന്തായാലും ഇനി ഈ രാത്രി ഹാജരാക്കാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തെരഞ്ഞെടുപ്പിന് ഇനി അവശേഷിക്കുന്നത് 3 ദിവസം മാത്രമാണ്. കർണാടകയിൽ NDA സഖ്യത്തിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ് ഈ അറസ്റ്റിലൂടെ ഉണ്ടായിരിക്കുന്നത്. ഈ JDS NDA സഖ്യം അവർ ഈ അവശേഷിക്കുന്ന 14 മണ്ഡലങ്ങളിൽ ഒരു ക്ലീൻ സ്വീപ്പ് പ്രതീക്ഷിക്കുന്നതാണ്. ഈ കേസ് എന്തായാലും തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും, ചലനമുണ്ടാക്കും എന്ന് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്ന വലിയ രാഷ്ട്രീയാരോപണം ഇതിനകം തന്നെ കോൺഗ്രസ് ഉന്നയിച്ചു കഴിഞ്ഞു. അത് JDSന്റെ അവസാനമാണെന്നുൾപ്പെടെയുള്ള പ്രതികരണങ്ങളാണ് കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്ത് DK ശിവകുമാർ ഉൾപ്പെടെയുള്ളവരുടെ ഭാഗത്ത് നിന്ന് ഈ അറസ്റ്റിന് ശേഷം ഉണ്ടാവുകയും ചെയ്തത്. കർണാടകയിലെ തെരഞ്ഞെടുപ്പിൽ ഇതെന്തായാലും പ്രതിഫലിക്കും. വലിയ പ്രതിഫലനം അല്ലെങ്കിൽ കർണാടകയിലെ രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾക്ക് വഴിയൊരുക്കാവുന്ന ഒരു അറസ്റ്റും സംഭവ വികാസങ്ങളുമാണ് ഉണ്ടായിട്ടുള്ളത്. റിജിത്ത്. ശരി, അരുൺ പൂപ്പറമ്പ വിവരങ്ങൾ നൽകുകയായിരുന്നു. SIT ഓഫീസിന് മുമ്പിൽ നിന്ന് മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിന് പിന്നാലെ നാടകീയമായ നീക്കങ്ങൾ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു. HD രേവണ്ണയെ കസ്റ്റഡിയിലെടുക്കുന്നു. തുടർന്ന് അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു. അരുൺ പൂപ്പറമ്പ ബംഗളൂരുവിൽ നിന്ന് അതിന്റെ വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. സുഗന്ധഗിരി വനം കൊള്ളയിൽ നടപടി. വയനാട് DFO A ഷജിനയെ സ്ഥലം മാറ്റി. ഗുരുതര കൃത്യവിലോപം ഉണ്ടായി എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് നടപടി. DFO A ഷജിനയുടെ ഭാഗത്തു നിന്ന് ഗുരുതര കൃത്യവിലോപമുണ്ടായി എന്ന വിലയിരുത്തലോടെയാണ് സ്ഥലം മാറ്റം. കാസർഗോഡ് സോഷ്യൽ ഫോറസ്ട്രി അസിസ്റ്റന്റ് കൺസർവേറ്ററായാണ് പുതിയ ചുമതല. പകരം ചുമതല ഒലവക്കോട് അസിസ്റ്റന്റ് കൺസർവേറ്റർ B ശ്രീജിത്തിന് നൽകി. നേരത്തെ സുഗന്ധഗിരി വനം കൊള്ളയുമായി ബന്ധപ്പെട്ട് ഷജിന ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്ത് സർക്കാർ ഉത്തരവിട്ടിരുന്നു. എന്നാൽ മണിക്കൂറുകൾക്കുള്ളിൽ ഈ തീരുമാനം മരവിപ്പിച്ചു. നടപടിക്രമങ്ങളിലെ പാളിച്ചയെ തുടർന്നാണ് സസ്പെൻഷൻ മരവിപ്പിച്ചതെന്നായിരുന്നു വനം മന്ത്രിയുടെ വിശദീകരണം. 20ഓളം മരങ്ങൾ മുറിക്കാനുള്ള അനുമതിയിൽ 107 മരങ്ങളാണ് മുറിച്ചു കടത്തിയത്. അനധികൃത മരമുറി യഥാസമയം കണ്ടെത്താത്തതും വളരെ വൈകി കേസുകൾ രജിസ്റ്റർ ചെയ്തതും ജാഗ്രതയോടെ കേസ് അന്വേഷിക്കാത്തതും അനധികൃതമായി മരങ്ങൾ മുറിച്ചു കടത്താൻ ഇടയാക്കിയെന്നായിരുന്നു വിജിലൻസ് വിഭാഗം പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. 24 കോഴിക്കോട്. വരുമോ ലോഡ് ഷെഡിംഗ്? സംസ്ഥാനത്ത് പ്രാദേശികമായി ഏർപ്പെടുത്തിയ വൈദ്യുതി നിയന്ത്രണം പ്രയോജനം ചെയ്തില്ല എന്ന് വിലയിരുത്തൽ. പീക്ക് സമയത്തെ ഉപയോഗത്തിൽ നേരിയ കുറവുണ്ടായെങ്കിലും പ്രതിദിന വൈദ്യുതി ഉപയോഗം സർവകാല റെക്കോർഡിൽ എത്തി. ഉപയോഗം കുറഞ്ഞില്ലെങ്കിൽ ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്തേണ്ടി വരും എന്ന നിലപാടിലാണ് KSEB. കനത്ത ചൂടിനെയും ഉഷ്ണക്കാറ്റിനെയും തുടർന്ന് വൈദ്യുതി മേഖലയ്ക്കുണ്ടാകുന്ന തടസ്സങ്ങൾ പരിഹരിക്കാൻ KSEB കൺട്രോൾ റൂം തുറന്നു. 115.9 ദശലക്ഷം യൂണിറ്റ് എന്ന സർവകാല റെക്കോർഡിലാണ് സംസ്ഥാനത്തെ വൈദ്യുതി ഉപഭോഗം. ഇന്നലെ ഏർപ്പെടുത്തിയ പ്രാദേശിക വൈദ്യുതി നിയന്ത്രണം ഗുണം ചെയ്തില്ല. ഉപഭോഗം കൂടിയതു കാരണം ലൈനുകൾ ഡ്രിപ്പാകുന്ന സ്ഥലങ്ങളിലാണ് 10 മിനിറ്റോളം KSEB പ്രാദേശിക നിയന്ത്രണം ഏർപ്പെടുത്തിയത്. ഞങ്ങൾ ഇന്നലെ യോഗം കൂടിയിട്ട് ഒരു നിർദ്ദേശം കൊടുത്തത് രാത്രി 10 മണി മുതൽ 2 മണി വരെ ഉള്ള വ്യവസായങ്ങളുടെ ഒരു ക്രമീകരണം നടത്തണം എന്നാണ്. അതേപോലെ ഇപ്പോൾ AC വയ്ക്കുന്നു. AC വയ്ക്കുമ്പോൾ 22-ലോ 23-ലോ വയ്ക്കുന്നതിന് പകരം 26-ലോ വെച്ചാൽ നമുക്ക് അത്രയും ലാഭം കിട്ടും. അപ്പോൾ സ്വയം ഒരു നിയന്ത്രണം വരുത്തിയാൽ നമുക്ക് ഒരു കുഴപ്പമില്ലാതെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. പീക്ക് സമയത്തെ വൈദ്യുതി ആവശ്യകതയിൽ നേരിയ കുറവുണ്ടായി. 5635 മെഗാവാട്ടായിരുന്നു പീക്ക് സമയത്തെ ആവശ്യകത. 93 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതിയാണ് പുറത്തുനിന്നെത്തിച്ചത്. വർദ്ധിച്ച ഉപഭോഗം നിയന്ത്രിക്കാൻ ലോഡ് ഷെഡിംഗ് അല്ലാതെ മറ്റു മാർഗമില്ലെന്നാണ് KSEB വിലയിരുത്തൽ. 2 ദിവസത്തെ ഉപഭോഗം നോക്കി ലോഡ് ഷെഡിങ്ങിന് ശുപാർശ നൽകും. ഈ മാസവും 19 പൈസയുടെ സർചാർജ് തുടരാനാണ് KSEBയുടെ തീരുമാനം. മാർച്ച് മാസത്തെ ഇന്ധന സർചാർജായാണ് തുക ഈടാക്കുക. സംസ്ഥാനമൊട്ടാകെയുള്ള സ്ഥിതിഗതികൾ ഏകോപിപ്പിക്കാൻ KSEB കൺട്രോൾ റൂം തുറന്നു. ഫീഡറുകളിലെ ഓവർലോഡ്, സബ്സ്റ്റേഷനുകളിലെ ലോഡ് ക്രമീകരണം, വിവിധ സ്ഥലങ്ങളിലെ വൈദ്യുതി ആവശ്യകത തുടങ്ങിയവ കൺട്രോൾ റൂം വിലയിരുത്തും. തിരുവനന്തപുരത്തെ വൈദ്യുതി ഭവനിലാണ് കൺട്രോൾ റൂം. 24 തിരുവനന്തപുരം. സംസ്ഥാനത്തെ കനത്ത ചൂട് കുറയുന്നു. പാലക്കാട്, കോഴിക്കോട് ജില്ലകളിലെ ഉഷ്ണതരംഗ മുന്നറിയിപ്പ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പിൻവലിച്ചു. കള്ളക്കടൽ പ്രതിഭാസത്തെ തുടർന്ന് തീരദേശ മേഖലയിൽ പ്രഖ്യാപിച്ച റെഡ് അലർട്ട് ഓറഞ്ച് അലർട്ടാക്കി ലഘൂകരിച്ചു. ഉഷ്ണതരംഗ സാധ്യതയുടെ പശ്ചാത്തലത്തിലുള്ള തൊഴിൽ സമയ ക്രമീകരണം ഹൈറേഞ്ച് മേഖലയ്ക്കും ബാധകമെന്ന് ലേബർ കമ്മീഷണർ ഉത്തരവിറക്കി. പൊള്ളുന്ന വേനൽ ചൂടിന് ശമനമുണ്ടാകുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം.
പാലക്കാട്, കോഴിക്കോട് ജില്ലകളിൽ ഉഷ്ണതരംഗത്തിനുള്ള മുന്നറിയിപ്പ് പിൻവലിച്ചു. തിങ്കളാഴ്ച വരെ പകൽ ചൂടിനുള്ള മുന്നറിയിപ്പ് തുടരും. വരും ദിവസങ്ങളിൽ വേനൽ ചൂട് കുറയുമെന്നും വ്യാപകമായി മഴ കിട്ടുമെന്നുമാണ് പ്രതീക്ഷ. ഇത്തവണ ശക്തമായ മൺസൂൺ ലഭിക്കുമെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കേരള തീരത്ത് ഉയർന്ന തിരമാലയ്ക്കും കടലേറ്റത്തിനുമുള്ള റെഡ് അലർട്ട് പിൻവലിച്ചു. നാളെ രാത്രി വരെ ഓറഞ്ച് അലർട്ട് തുടരും. ഇന്ന് രാത്രി 8 മണിയോടെ കേരള തീരത്ത് കടലേറ്റത്തിന് സാധ്യതയുണ്ട്. ഉഷ്ണതരംഗ സാധ്യതയുടെ പശ്ചാത്തലത്തിലുള്ള തൊഴിൽ സമയക്രമീകരണം ഹൈറേഞ്ച് മേഖലയ്ക്കും ബാധകമെന്ന് ലേബർ കമ്മീഷണർ ഉത്തരവിറക്കി. നേരത്തെ തൊഴിൽ സമയക്രമീകരണങ്ങളിൽ നിന്നും സമുദ്രനിരപ്പിൽ നിന്ന് 3000 അടി ഉയരമുള്ള പ്രദേശങ്ങളെ ഒഴിവാക്കിയിരുന്നു. ഉഷ്ണതരംഗത്തിന്റെ വ്യാപ്തി കണക്കിലെടുത്താണ് തോട്ടം തൊഴിലാളികളടക്കമുള്ള എല്ലാ തൊഴിലാളികൾക്കും ഉത്തരവ് ബാധകമാക്കിയത്. 24 തിരുവനന്തപുരം. കോഴിക്കോട് പന്തീരങ്കാവിൽ വൈദ്യുതി മുടങ്ങിയതിനെ തുടർന്ന് KSEB ഓഫീസ് ആക്രമിച്ചെന്ന പരാതിയിൽ പോലീസ് കേസെടുത്തു. കണ്ടാലറിയാവുന്ന 15 പേർക്കെതിരെയാണ് കേസ്. അഭിജിത്ത് മുഴക്കുന്ന് ചേരുന്നുണ്ട് വിവരങ്ങളുമായി കോഴിക്കോട്ട് നിന്ന്. അഭിജിത്ത്, വിശദാംശങ്ങൾ എന്താണ് അഭിജിത്ത്? TK പന്തീരങ്കാവ് KSEB സെക്ഷൻ ഓഫീസിലെ ഓവർസിയറുടെ പരാതിയിലാണ് നിലവിലിപ്പോൾ കേസെടുത്തിരിക്കുന്നത്. കണ്ടാലറിയാവുന്ന 15 പേർക്കെതിരെയാണ് പന്തീരങ്കാവ് പോലീസ് കേസെടുത്തിട്ടുള്ളത്. കഴിഞ്ഞ വ്യാഴാഴ്ചയായിരുന്നു ഈ കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. പന്തീരങ്കാവ് മേഖലയിൽ തുടർച്ചയായി രാത്രി സമയങ്ങളിൽ ഈ കരണ്ട് പോകുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു, വൈദ്യുതി മുടങ്ങുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിനു പിന്നാലെയാണ് നാട്ടുകാർ പന്തീരങ്കാവിലെ KSEB ഓഫീസിലേക്ക് എത്തുന്നത്. തുടർന്ന് ഈ ഒരു എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ വൈദ്യുതി മുടങ്ങുന്നത് എന്ന കാര്യം ഈ KSEB ഉദ്യോഗസ്ഥർ ഈ നാട്ടുകാരോട് വിശദീകരിച്ചു. പക്ഷേ നാട്ടുകാരിൽ ചിലർ ഈ KSEBയുടെ ബോർഡ് തകർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഈ KSEB ഉദ്യോഗസ്ഥനെ തെറി പറയുന്ന, അശ്ലീലം പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ് ഈ പരാതിയിൽ പറയുന്നത്. ഏതായാലും നിലവിൽ ഈ ഒരു KSEB ഓവർസിയറുടെ പരാതിയിന്മേൽ പന്തീരങ്കാവ് പോലീസ് കണ്ടാലറിയാവുന്ന 15 പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. TK. ശരി, അഭിജിത്ത് മുഴക്കുന്ന് കോഴിക്കോട്ട് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. കൊടും ക്രൂരതയുടെ ചുരുളഴിയുന്നു. പനമ്പള്ളി നഗറിൽ നവജാത ശിശുവിനെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയായ മാതാവിനെ റിമാൻഡ് ചെയ്തു. യുവതി ചികിത്സയിൽ കഴിയുന്ന ആശുപത്രിയിലെത്തിയാണ് മജിസ്ട്രേറ്റ് 2 ആഴ്ചത്തേക്ക് റിമാൻഡ് ചെയ്തത്. കേസിൽ യുവതിയുടെ ആൺ സുഹൃത്തിന് പ്രത്യക്ഷത്തിൽ പങ്കില്ല എന്ന നിലപാടിലാണ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പ്രസവശേഷം നവജാത ശിശുവിനെ കൊലപ്പെടുത്തി കവറിലാക്കി ഫ്ളാറ്റിനുള്ളിൽ നിന്ന് പുറത്തേക്കെറിഞ്ഞ കേസിലാണ് കുട്ടിയുടെ മാതാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന യുവതിയെ ആശുപത്രിയിലെത്തിയാണ് മജിസ്ട്രേറ്റ് ഇന്ന് റിമാൻഡ് ചെയ്തത്. ഈ മാസം 18-ാം തീയതി വരെയാണ് റിമാൻഡ് കാലാവധി. യുവതി ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ആയ ശേഷം യുവതിയെ കസ്റ്റഡിയിൽ വാങ്ങുന്നതിനായി കോടതിക്ക് അപേക്ഷ നൽകാനും പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. കേസിൽ യുവതിയുടെ ആൺ സുഹൃത്തിന് പ്രത്യക്ഷത്തിൽ ബന്ധമില്ല എന്നുള്ളതാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. നേരത്തെ യുവതി ലൈംഗിക പീഡനത്തിന് ഇരയായി എന്ന സംശയം പോലീസ് പ്രകടിപ്പിച്ചിരുന്നു. എന്നാൽ ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ബന്ധമാണ് ഇരുവരും തമ്മിൽ ഉണ്ടായിരുന്നതെന്ന് പെൺകുട്ടി മൊഴി നൽകിയിട്ടുണ്ട്. ആൺ സുഹൃത്തിനെതിരെ പരാതി നൽകാനും പെൺകുട്ടി ഇതുവരെ തയ്യാറായിട്ടില്ല. ഇതോടെയാണ് ഇയാളെ നിലവിൽ കേസിൽ പ്രതിയാക്കേണ്ട എന്ന തീരുമാനത്തിലേക്ക് പോലീസ് എത്തിയിരിക്കുന്നത്. യുവതി പ്രാഥമികമായി നൽകിയിരിക്കുന്ന മൊഴിയും ആൺ സുഹൃത്തിന്റെ പക്കൽ നിന്ന് ശേഖരിച്ച വിവരങ്ങളും ശരിയാണെന്ന് ബോധ്യപ്പെടാൻ യുവതിയെ കസ്റ്റഡിയിൽ വേണമെന്നാണ് പോലീസ് നിലപാട്. ഈ സാഹചര്യത്തിൽ യുവതി ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ആകുന്നതുവരെ കാത്തിരിക്കാനും അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുണ്ട്. നവജാത ശിശുവിനെ കൊലപ്പെടുത്തിയ കേസിൽ യുവതിയെ കസ്റ്റഡിയിൽ ലഭിക്കുന്നതോടെ കേസ് അന്വേഷണത്തെ സഹായിക്കുന്ന കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ പ്രതീക്ഷ. യുവതിയെ കസ്റ്റഡിയിൽ ലഭിച്ചു കഴിഞ്ഞാൽ കേസ് അന്വേഷണം എത്രയും വേഗത്തിൽ പൂർത്തീകരിക്കാനും പോലീസ് ശ്രമിക്കുന്നുണ്ട്. S. ശ്യാംകുമാർ, 24, കൊച്ചി. അടുത്ത തീർത്ഥാടന കാലം മുതൽ ശബരിമലയിൽ സ്പോട്ട് ബുക്കിംഗ് ഇല്ല. വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്യുന്നവർക്ക് മാത്രമേ ദർശനം നടത്താൻ കഴിയൂ. തിരക്കും സ്ഥലപരിമിതിയും കണക്കിലെടുത്ത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് യോഗത്തിൻ്റെതാണ് തീരുമാനം. ഒരു ദിവസം വെർച്വൽ ക്യൂ വഴി രജിസ്റ്റർ ചെയ്യാവുന്നവരുടെ എണ്ണം 80,000-ആയി പരിമിതപ്പെടുത്തിയിട്ടുണ്ട്. കാസർഗോഡ് ജോലി സമ്മർദ്ദത്തെ തുടർന്ന് ആത്മഹത്യയ്ക്ക് ശ്രമിച്ച ഗ്രേഡ് ASI വിജയൻ മരിച്ചു. കാസർഗോഡ് ബേഡകം സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥനാണ്. വിഷം കഴിച്ചതിനെ തുടർന്ന് മംഗലാപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. അരുൺ പാറയ്ക്കൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട് കാസർഗോഡ് നിന്ന്. അരുൺ, വിവരങ്ങൾ എന്താണ് അരുൺ? റിജിത്ത്, കഴിഞ്ഞ 27-ാം തീയതിയാണ് ബേഡകം സ്റ്റേഷനിലെ ഗ്രേഡ് ASI ആയിരുന്ന വിജയൻ ആത്മഹത്യക്ക് ശ്രമിച്ചത്. ജോലി സമ്മർദ്ദമാണെന്ന് സഹപ്രവർത്തകരോട് ഉൾപ്പെടെ വിജയൻ സൂചിപ്പിച്ചിരുന്നു. തുടർന്ന് അദ്ദേഹം 27-ാം തീയതി ക്വാർട്ടേഴ്സിൽ വിഷം കഴിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു.
മംഗലാപുരത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് അദ്ദേഹത്തെ പ്രവേശിപ്പിച്ചു. അദ്ദേഹത്തിന്റെ ആരോഗ്യനില വഷളായിരുന്നു. തുടർന്ന് ദിവസങ്ങളായി ICUവിൽ കഴിയുകയായിരുന്നു. മംഗലാപുരത്ത് നിന്ന് അടുത്തിടെ കൊച്ചിയിലേക്ക് മാറ്റുകയും ചെയ്തു. ഇന്ന് വൈകുന്നേരത്തോടു കൂടിയാണ് അദ്ദേഹത്തിന്റെ മരണം സ്ഥിരീകരിച്ചത്. ജോലി സമ്മർദ്ദം മൂലമാണ് താൻ വിഷം കഴിക്കാൻ കാരണമെന്ന് അദ്ദേഹം പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. മാത്രമല്ല, ട്രാഫിക്കിൽ ഉൾപ്പെടെയായിരുന്നു അദ്ദേഹം ആദ്യഘട്ടത്തിൽ ജോലി ചെയ്തത്. അടുത്തിടെ ലോ ആൻഡ് ഓർഡറിലേക്ക് ഈ വിജയനെ, ഗ്രേഡ് ASI ആയിരുന്ന വിജയനെ മാറ്റിയിരുന്നു. ഇത് സമ്മർദ്ദം കൂടി, മാനസിക സമ്മർദ്ദം ഈ ആത്മഹത്യാ ശ്രമത്തിലേക്ക് നയിച്ചു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. റീജി. ശരി, അരുൺ പാറയ്ക്കൽ കാസർഗോട്ട് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. ഡ്രൈവിംഗ് ടെസ്റ്റ് ബഹിഷ്കരണം താൽക്കാലികമായി അവസാനിപ്പിച്ച് CITU. ടെസ്റ്റ് പരിഷ്കരണത്തിൽ ഇളവുകൾ അനുവദിച്ച് ഗതാഗത വകുപ്പിന്റെ പുതിയ സർക്കുലർ വന്നതിന് പിന്നാലെയാണ് തീരുമാനം. തിങ്കളാഴ്ച മുതൽ ടെസ്റ്റിൽ സഹകരിക്കും. വിഷയത്തിൽ CITU സംസ്ഥാന സെക്രട്ടറി എളമരം കരീമും ഗതാഗത മന്ത്രിയുമായി ഈ മാസം 23-ന് ചർച്ച നടത്തും. പുതുക്കിയ സർക്കുലറിൽ പ്രതിദിന ടെസ്റ്റുകൾ 40 ഉയർത്തിയിരുന്നു. 15 വർഷത്തിലധികം പഴക്കമുള്ള വാഹനങ്ങൾ മാറ്റാൻ 6 മാസം സമയം അനുവദിക്കും. കാറുകളിൽ ക്യാമറ ഘടിപ്പിക്കുന്നതിന് 3 മാസം സാവകാശവും നൽകി. ഇതോടെയാണ് ടെസ്റ്റ് ബഹിഷ്കരണം താൽക്കാലികമായി അവസാനിപ്പിക്കാൻ ഓൾ കേരള ഡ്രൈവിംഗ് സ്കൂൾ വർക്കേഴ്സ് യൂണിയന്റെ തീരുമാനം. ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളും തൊഴിലാളി യൂണിയനുകളും പ്രതിഷേധം ശക്തമാക്കിയതിന് പിന്നാലെയാണ് ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരിച്ചുകൊണ്ടുള്ള സർക്കുലർ പുതുക്കിയിറക്കിയത്. സർക്കുലർ പിൻവലിക്കണമെന്ന ആവശ്യം ഗതാഗത വകുപ്പ് അംഗീകരിച്ചില്ല. മുൻ സർക്കുലർ പ്രകാരമുള്ള ആധുനിക ടെസ്റ്റ് ഗ്രൗണ്ടുകൾ സജ്ജമാകാത്തതിനാൽ പഴയ രീതിയിലെടുക്കാം. ഗ്രൗണ്ടുകൾ എത്രയും വേഗം സജ്ജമാക്കണമെന്നും സർക്കുലറിൽ നിർദ്ദേശമുണ്ട്. ഈ മാസം 23-ന് ഗതാഗത മന്ത്രിയും CITU സംസ്ഥാന സെക്രട്ടറി എളമരം കരീം തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ അനുകൂല തീരുമാനമുണ്ടായില്ലെങ്കിൽ സെക്രട്ടേറിയറ്റ് പടിക്കൽ സമരം ചെയ്യുമെന്ന് സംഘടന അറിയിച്ചു. 24 തിരുവനന്തപുരം. വ്യാജ പോക്സോ കേസിൽ ഏഷ്യാനെറ്റ് ന്യൂസിനെതിരെ കുറ്റപത്രം സമർപ്പിച്ചു. ഏഷ്യാനെറ്റ് ന്യൂസ് എക്സിക്യൂട്ടീവ് എഡിറ്റർ സിന്ധു സൂര്യകുമാർ, റെസിഡന്റ് എഡിറ്റർ K ഷാജഹാൻ ഉൾപ്പെടെ 6 പേരെ പ്രതി ചേർത്താണ് ക്രൈംബ്രാഞ്ച് കുറ്റപത്രം സമർപ്പിച്ചത്. പോക്സോ കേസ് ഇരയെന്ന വ്യാജേന ജീവനക്കാരിയുടെ മകളെ ഉപയോഗിച്ച് വീഡിയോ നിർമ്മിച്ചതിനാണ് കേസ്. ജീവനക്കാരിയുടെ പ്രായപൂർത്തിയാകാത്ത മകളെ ഉപയോഗിച്ച് വ്യാജവാർത്ത ചമച്ച കേസിലാണ് ഏഷ്യാനെറ്റ് ന്യൂസിനെതിരെ കുറ്റപത്രം സമർപ്പിച്ചത്. എക്സിക്യൂട്ടീവ് എഡിറ്റർ സിന്ധു സൂര്യകുമാർ, റെസിഡന്റ് എഡിറ്റർ K ഷാജഹാൻ, റിപ്പോർട്ടർ നൌഫൽ ബിൻ യൂസഫ്, പെൺകുട്ടിയുടെ അമ്മയായ ഏഷ്യാനെറ്റ് ജീവനക്കാരി എഡിറ്റർ വിനീത് ജോസ്, ക്യാമറാമാൻ വിപിൻ മുരളീധരൻ എന്നിവർക്കെതിരെയാണ് കുറ്റപത്രം. ക്രൈംബ്രാഞ്ച് ACP V സുരേഷിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം കോഴിക്കോട് പ്രത്യേക പോക്സോ കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത്. ക്രിമിനൽ ഗൂഢാലോചന, വ്യാജരേഖ ചമയ്ക്കൽ, വ്യാജ ഇലക്ട്രോണിക് രേഖ ചമയ്ക്കൽ, തെളിവ് നശിപ്പിക്കൽ തുടങ്ങി വിവിധ വകുപ്പുകൾ പ്രതികൾക്കെതിരെ ചുമത്തി. പോക്സോ ഉപവകുപ്പ് പ്രകാരവും കേസുണ്ട്. ഏഷ്യാനെറ്റ് ജീവനക്കാർ ഉൾപ്പെടെ 70ഓളം പേരുടെ മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തി. ഓഫീസിലെ കമ്പ്യൂട്ടർ ഹാർഡ് ഡിസ്കുകൾ ഉൾപ്പെടെ ഇലക്ട്രോണിക് ഉപകരണങ്ങളും പോലീസ് സംഘം കസ്റ്റഡിയിലെടുത്തിരുന്നു. ഇവ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കി. വീഡിയോ ചിത്രീകരിച്ചത് ഏഷ്യാനെറ്റ് ന്യൂസിന്റെ കോഴിക്കോട് ബ്യൂറോയിൽ നിന്നാണെന്നും അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. വെള്ളയിൽ പോലീസ് അന്വേഷിച്ച കേസ് പിന്നീട് ക്രൈംബ്രാഞ്ചിന് കൈമാറുകയായിരുന്നു. 24 കോഴിക്കോട്. പാലക്കാട് കണക്കൻ തുരുത്തിയിൽ 2 വയസ്സുകാരൻ ഷോക്കേറ്റ് മരിച്ചു. വീട്ടിലെ എയർ കൂളറിൽ നിന്നാണ് ഷോക്കേറ്റത്. നിഖിൽ പ്രമേഷ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി പാലക്കാട്ട് നിന്ന്. നിഖിൽ, അപകടം എങ്ങനെയാണ്? വളരെ വേദനാജനകമായ വാർത്തയാണ്. വിശദാംശങ്ങൾ എന്താണ് നിഖിൽ? ഇത് തീർച്ചയായിട്ടും വളരെയധികം ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു സംഭവമാണ്. ഇന്ന് വൈകിട്ടാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. വടക്കഞ്ചേരി പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഈ സംഭവം. കണക്കൻ തുരുത്തി എന്ന സ്ഥലത്ത് വെച്ച് 2 വയസ്സുകാരൻ ബെഡ്റൂമിൽ വെച്ചിരുന്ന എയർ കൂളറിന്റെ വയറിൽ പിടിച്ച് ഷോക്കേറ്റാണ് ഈ കുട്ടി മരിക്കുന്നത്. ഉടനെ തന്നെ തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിൽ കുട്ടിയെ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഈ കുട്ടി റൂമിൽ കളിക്കുന്ന സമയം അബദ്ധത്തിൽ ഈ കൂളറിന്റെ വയറിൽ പിടിച്ചാണ് ഷോക്കേറ്റത്. ഇതിനെ തുടർന്നാണ് മരണം സംഭവിച്ചത്. മൃതദേഹം ഇപ്പോൾ തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. മറ്റ് സംശയമൊന്നും ഈ മരണവുമായി ബന്ധപ്പെട്ടില്ല എന്നുള്ളതാണ് വടക്കഞ്ചേരി പോലീസ് വ്യക്തമാക്കുന്ന കാര്യം. ശരി, നിഖിൽ പ്രമേഷ് പാലക്കാട് നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. നോക്കാമിനി ലോക്സഭാ തെരഞ്ഞെടുപ്പ് വാർത്തകൾ. ICL FinCorp 24 ഇലക്ഷൻ സമർപ്പിക്കുന്നത് ICL FinCorp, the intelligent choice. Powered by Asset, responsibly yours. Plaza Premium Gold, the universe's finest ice cream. In association with Durashine Roof and Wall Sheets, ഒരു ടാറ്റ ബ്ലൂ സ്കോപ്പ് സ്റ്റീൽ ഉൽപ്പന്നം. ACCA CMA CA പഠിച്ച് ജയിക്കാനുള്ള ശരിയായ മാർഗം. Elance 0% പണിക്കൂലി, 100% സന്തോഷം. Al Muqtadir Jewelry Group, India, UAE. MGM Group of Institutions.
കോൺഗ്രസിന് വീണ്ടും തിരിച്ചടി. മുൻ കോൺഗ്രസ് ഡൽഹി അധ്യക്ഷൻ അരവിന്ദ് സിംഗ് ലൗലി BJP-യിൽ ചേർന്നു. ലൗലിക്കൊപ്പം 3 മുൻ MLA-മാരും പാർട്ടി ആസ്ഥാനത്തെത്തി അംഗത്വം സ്വീകരിച്ചു. ബംഗാളിൽ മുൻ ജഡ്ജി അഭിജിത് ഗംഗോപാധ്യായയുടെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണ റാലിക്കിടെ TMC BJP പ്രവർത്തകർ ഏറ്റുമുട്ടി. ഡൽഹിയിൽ ആം ആദ്മിയുമായുള്ള സഖ്യത്തിലെ അതൃപ്തിയെ തുടർന്നാണ് ഡൽഹി കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം അരവിന്ദർ സിംഗ് ലൗലി രാജിവെച്ചത്. കനയ്യകുമാറിനെയും ഉദിത് രാജിനെയും ഡൽഹിയിൽ സ്ഥാനാർത്ഥിയാക്കിയതിലും ലൗലിക്ക് എതിർപ്പുണ്ടായിരുന്നു. ഇന്ന് BJP ആസ്ഥാനത്തെത്തി കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരിയുടെയും പാർട്ടി ജനറൽ സെക്രട്ടറി വിനോദ് താവ്ഡെയുടെയും സാന്നിധ്യത്തിലാണ് BJP അംഗത്വം സ്വീകരിച്ചത്. मेरा आदरणीय हरदीप पुरी जी से और विनोद तावड़े जी से आग्रह है कि राजकुमार चौहान जी को भी पार्टी की विधिवत सदस्यता दिलाएं. ഡൽഹിയിലെ സ്ഥിതി മെച്ചപ്പെടുത്താൻ തുടർന്നും പ്രവർത്തിക്കുമെന്ന് അരവിന്ദർ സിംഗ് ലൗലി. देश के अंदर भारतीय जनता पार्टी की सरकार भारी बहुमत से बन रही है. आने वाले दिनों में दिल्ली में भी जो है परचम भारतीय जनता पार्टी का जो है वो फहरेगा. തംലുക് ലോക്സഭാ സീറ്റിലെ BJP സ്ഥാനാർത്ഥി കൽക്കട്ട ഹൈക്കോടതി മുൻ ജഡ്ജി അഭിജിത് ഗംഗോപാധ്യായയുടെ നാമനിർദ്ദേശ പത്രിക സമർപ്പണ റാലിക്കിടെ തൃണമൂൽ BJP പ്രവർത്തകർ ഏറ്റുമുട്ടി. ജാർഖണ്ഡിലെ പലാമുവിൽ തെരഞ്ഞെടുപ്പ് റാലി അഭിസംബോധന ചെയ്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭീകരാക്രമണ സമയത്ത് കോൺഗ്രസ് പാകിസ്ഥാന് പ്രേമലേഖനങ്ങൾ അയക്കുകയായിരുന്നുവെന്ന് പരിഹസിച്ചു. 24 ഡൽഹി. ബംഗാൾ ഗവർണർ CV ആനന്ദബോസിനെതിരായ ലൈംഗിക പീഡന പരാതിയിൽ രാജ്ഭവനിലെ ജീവനക്കാർക്ക് നോട്ടീസ്. 4 ജീവനക്കാർക്കാണ് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ പ്രത്യേക അന്വേഷണ സംഘം നോട്ടീസ് നൽകിയിരിക്കുന്നത്. പീഡന പരാതി തെരഞ്ഞെടുപ്പ് സ്റ്റണ്ട് എന്നാണ് CV ആനന്ദബോസിന്റെ പ്രതികരണം. ഇന്ദിരാ മുഖർജി IPSന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് രാജ്ഭവനിലെ 4 ജീവനക്കാർക്ക് ചോദ്യം ചെയ്യലിന് നോട്ടീസ് നൽകിയത്. CCTV ദൃശ്യങ്ങൾ ഹാജരാക്കാനും നിർദ്ദേശമുണ്ട്. ഭരണഘടനയുടെ അനുച്ഛേദം 361 പ്രകാരം ക്രിമിനൽ നടപടികൾ നേരിടുന്നതിൽ നിന്ന് ഗവർണർക്ക് പരിരക്ഷ നൽകുന്നതിനാൽ പോലീസിന് കടുത്ത നടപടികളിലേക്ക് കടക്കാൻ കഴിയില്ല. CV ആനന്ദബോസിനെതിരെ കടുത്ത വിമർശനവുമായി മുഖ്യമന്ത്രി മമതാ ബാനർജി രംഗത്തെത്തി. പോലീസ് നടപടി അതിരുകടന്നാൽ ശക്തമായ നടപടിയെടുക്കുമെന്നാണ് ഗവർണർ CV ആനന്ദബോസിന്റെ മുന്നറിയിപ്പ്. മുഖ്യമന്ത്രിയല്ല ആരായാലും ശരി, സത്യത്തിന്റെയും ധർമ്മത്തിന്റെയും വഴി വിട്ടു പോയാൽ ശക്തമായ നടപടി എടുക്കുക തന്നെ ചെയ്യും. ഇതൊരു പ്രോമിസ് അല്ല, ഇറ്റ്സ് എ കമ്മിറ്റ്മെന്റ് ഫ്രം ദ ഗവർണർ. ഇലക്ഷൻ സ്റ്റണ്ടിന് ഒരു പരിധിയുണ്ട്. പരിധി വിട്ടുപോയി കഴിഞ്ഞാൽ, ഭരണഘടന ലംഘിച്ചാൽ, നിയമം ലംഘിച്ചാൽ ശക്തമായ നടപടി ഉണ്ടാവുക തന്നെ ചെയ്യും. ലൈംഗികാരോപണം ആയുധമാക്കിയ തൃണമൂൽ കോൺഗ്രസ് സന്ദേശ് കാലിയിൽ നാടകം കളിച്ചവർ ഗവർണർക്കെതിരായ പരാതിയിൽ എന്തുകൊണ്ട് മൗനം പാലിക്കുന്നുവെന്ന് ചോദിച്ചു. ആരോപണങ്ങൾക്കിടെ കേരളത്തിലെത്തിയ ഗവർണർക്ക് നേരെ ആലുവയിൽ യൂത്ത് കോൺഗ്രസിന്റെ കരിങ്കൊടി പ്രതിഷേധമുണ്ടായി. ഡൽഹി. പഞ്ചാബിൽ BJP സ്ഥാനാർത്ഥിക്കെതിരായ പ്രതിഷേധത്തിനിടെ കർഷകൻ മരിച്ചു. പട്യാല രാജ്പുരയിലാണ് സംഭവം. BJP സ്ഥാനാർത്ഥി പർനീത് കൗറിനെതിരായ പ്രതിഷേധത്തിനിടെ പോലീസുമായുണ്ടായ ഏറ്റുമുട്ടലിനിടയിലാണ് കർഷകൻ മരിച്ചത്. തലക്കേറ്റ പരിക്കാണ് മരണകാരണമെന്ന് കർഷകർ ആരോപിച്ചു. 2 കർഷകർക്ക് പരിക്കേറ്റിട്ടുണ്ട്. മേഖലയിൽ കർഷകരുടെ പ്രതിഷേധം തുടരുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ 20 സീറ്റും UDF ജയിക്കുമെന്ന് KPCCയുടെ വിലയിരുത്തൽ. 4 മണ്ഡലങ്ങളിൽ കടുപ്പമേറിയ മത്സരം നടന്നുവെന്ന് വിലയിരുത്തിയ യോഗം സംസ്ഥാന സർക്കാരിനെതിരെ നിശബ്ദ തരംഗമുണ്ടായിരുന്നുവെന്നും അഭിപ്രായപ്പെടുന്നു. അവസാന സമയത്തെ പുനഃസംഘടന തെരഞ്ഞെടുപ്പിൽ പ്രശ്നമായെന്നും നേതാക്കൾ വിമർശനം ഉന്നയിച്ചു. പലയിടത്തും കടുത്ത മത്സരം നടന്നു എന്ന് പറയുമ്പോഴും 20 സീറ്റും ജയിക്കുമെന്നാണ് KPCCയുടെ വിലയിരുത്തൽ. തൃശൂരിൽ 20,000-ൽ കുറയാത്ത ഭൂരിപക്ഷം K മുരളീധരൻ ഉണ്ടാകുമെന്നാണ് വിലയിരുത്തൽ. LDF 2ാം സ്ഥാനത്തെത്തും. നാട്ടിക, പുതുക്കാട് എന്നീ നിയമസഭാ മണ്ഡലങ്ങളിൽ VS സുനിൽകുമാർ ലീഡ് ചെയ്യും. ബാക്കി 5 മണ്ഡലങ്ങളിലും ലീഡ് UDFനായിരിക്കും. തൃശൂർ നിയമസഭാ മണ്ഡലത്തിൽ മാത്രം BJP 2ാം സ്ഥാനത്തെത്തുമെന്നും നേതൃയോഗം വിലയിരുത്തി. കണ്ണൂരിൽ ആദ്യഘട്ടത്തിൽ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നെന്ന് K സുധാകരൻ നേതൃയോഗത്തിൽ പറഞ്ഞു. എന്നാൽ അവസാനത്തോടെ അത് പരിഹരിച്ചു. അതിനാൽ ജയം ഉറപ്പെന്നും K സുധാകരൻ പറഞ്ഞു. പാലക്കാട് താൻ തോൽക്കുമെന്നത് വെറും പ്രചരണമായി കണ്ടാൽ മതിയെന്ന് VK ശ്രീകണ്ഠൻ യോഗത്തിൽ വ്യക്തമാക്കി. പാലക്കാട്, കണ്ണൂർ, ആറ്റിങ്ങൽ, മാവേലിക്കര എന്നീ മണ്ഡലങ്ങളിൽ കടുത്ത മത്സരം നടന്നുവെന്നാണ് നേതൃത്വം വിലയിരുത്തിയത്. സംസ്ഥാന സർക്കാരിന്റെ ഭരണത്തിനെതിരെ നിശബ്ദ തരംഗമായിരുന്നു ഉണ്ടായിരുന്നത്. പോളിംഗ് ശതമാനം കുറഞ്ഞത് ഇടതുമുന്നണിയെയായിരിക്കും ബാധിക്കുക എന്നും KPCC കണക്കുകൂട്ടുന്നു. എന്നാൽ വോട്ട് ചെയ്യാത്ത ആളുകളെക്കുറിച്ച് വിശദമായ പഠനം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ KPCC താഴെത്തട്ടിൽ നിർദ്ദേശം നൽകി. വോട്ട് ചെയ്യാത്ത ആളുകളെക്കുറിച്ച് ഒരു പഠനം
നടത്തി ഒരു റിപ്പോർട്ട് എന്തുകൊണ്ടാണ് അവർ വരാത്തത് എന്നതിനെ കുറിച്ച് അവർക്ക് അന്വേഷിക്കാം. UDF അനുഭാവികളായ വോട്ടർമാർ വന്നിട്ടില്ലെങ്കിൽ അത് വ്യക്തമായി അതിന്റെ കാരണവും അതും കണ്ടുപിടിച്ച് അതിനെക്കുറിച്ച് ഒരു റിപ്പോർട്ട് 24-ാം തീയതിക്ക് മുമ്പ് KPCCയിൽ നൽകാൻ ഞങ്ങൾ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അവസാന മണിക്കൂറിലെ ബ്ലോക്ക് മണ്ഡലം തല പുനഃസംഘടന തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ പ്രതിഫലിച്ചെന്ന് നേതാക്കൾ യോഗത്തിൽ പറഞ്ഞു. പ്രചരണത്തിന്റെ ആദ്യ ദിവസങ്ങളിൽ പ്രശ്നം പരിഹരിക്കാനായിരുന്നു സമയം പോയതെന്ന് സ്ഥാനാർത്ഥികളുടെ പരാതി. 24 തിരുവനന്തപുരം. കെ സുധാകരൻ KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് ഉടൻ തിരിച്ചെത്തില്ല. വോട്ടെണ്ണൽ കഴിഞ്ഞ ശേഷം മാത്രം മതി മാറ്റം എന്നാണ് തീരുമാനം. MM ഹസൻ ആക്ടിംഗ് പ്രസിഡന്റായി തുടരും. സലീം മാലിക് ചേരുന്നുണ്ട് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. സലീം, വിശദാംശങ്ങൾ. KPCC നേതൃയോഗം ഇന്ന് നടത്തുന്ന KPCC നേതൃയോഗത്തിന് ശേഷം കെ സുധാകരൻ വീണ്ടും അധ്യക്ഷ പദവിയിലേക്ക് തിരിച്ചെത്തും എന്നുള്ളതായിരുന്നു ആദ്യം ലഭിച്ചിരുന്ന സൂചന. പക്ഷേ അങ്ങനെ വേണ്ട എന്നുള്ളതാണ് ഇന്നത്തെ KPCC നേതൃയോഗത്തിലുള്ള തീരുമാനം. AICCയുടെ തീരുമാനം വന്നതിന് ശേഷം മതി കെ സുധാകരൻ തിരിച്ചെത്തുന്നത് എന്നുള്ളതാണ്. അതിൽ ശക്തമായ നിലപാടെടുത്തത് KC വേണുഗോപാലാണ്. കെ സുധാകരൻ ഉൾപ്പെടെയുള്ളവർ ഈ KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് വീണ്ടും തന്നെ പരിഗണിക്കുമെന്ന രീതിയിലായിരുന്നു എന്ന് സംസാരിച്ചത്. പക്ഷേ KC വേണുഗോപാലാണ് ആ നിലയിൽ ഒരു നിലപാടെടുത്തത്. തൽക്കാലം തിരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം മതി കെ സുധാകരൻ അധ്യക്ഷ സ്ഥാനത്തേക്ക് തിരിച്ചു വരുന്നത്. അതുവരെ ആക്ടിംഗ് പ്രസിഡന്റായി MM ഹസൻ തന്നെ തുടരട്ടെ എന്നുള്ളതായിരുന്നു നിലപാട്. ആ നിലപാടിനെ മറ്റ് നേതാക്കൾ കൂടി പിന്തുണച്ചതോടുകൂടിയാണ് തൽക്കാലം കെ സുധാകരൻ തിരിച്ചെത്താത്തൊരു സാഹചര്യം ഉണ്ടായത്. പക്ഷേ ആക്ടിംഗ് പ്രസിഡന്റായി തന്നെയാവും MM ഹസൻ തുടരുക. തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം വീണ്ടും കെ സുധാകരൻ തന്നെ ആ പദവിയിലേക്ക് എത്തും എന്നുമാണ് നമുക്ക്. ശരി, സലീം മാലിക് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത ഇപ്പോൾ പുറത്തുവരുന്നത്, മേയർ KSRTC ഡ്രൈവർ തർക്കത്തിൽ മേയർ ആര്യ രാജേന്ദ്രനും സച്ചിൻ ദേവ് MLAക്കുമെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നു. കോടതി നിർദ്ദേശപ്രകാരമാണ് കന്റോൺമെന്റ് പോലീസിന്റെ നടപടി. ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. ഷഫീദ് റാവുത്തർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. ഷഫീദ്, നേരത്തെ കേസെടുക്കാൻ കഴിയില്ല എന്നുള്ളതായിരുന്നു പോലീസിന്റെ നിലപാട്. പക്ഷേ കോടതിയുടെ ഇടപെടലിന് പിന്നാലെ കേസെടുക്കുന്നു. ഏതൊക്കെ വകുപ്പുകൾ ചുമത്തുന്നുണ്ട് ഷഫീദ്? ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്നാണ് അഭിഭാഷകൻ വഞ്ചൂർ കോടതിയിലെ അഭിഭാഷകനായിട്ടുള്ള ബൈജു നോയർ ഒരു സ്വകാര്യ ഹർജി തിരുവനന്തപുരം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഫയൽ ചെയ്ത. ഈ ഹർജി ഫയൽ സ്വീകരിച്ച കോടതി ഇതുമായി ബന്ധപ്പെട്ട് പരിശോധിച്ച് നടപടിയെടുക്കാൻ കന്റോൺമെന്റ് പോലീസിന് നിർദ്ദേശം നൽകിയിരുന്നു. ഇതിന് പിന്നാലെയാണ് തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ, അതേപോലെ തന്നെ MLA സച്ചിൻ ദേവ് എന്നിവർക്കെതിരെ ഇപ്പോൾ കന്റോൺമെന്റ് പോലീസ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. 5 പേരാണ് കേസിലാകെ പ്രതികളായിട്ടുള്ളതിൽ മേയറുടെ സഹോദരി അടക്കമുള്ള ആളുകൾ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് നിലവിൽ ലഭിക്കുന്ന വിവരം. ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകൾ ചുമത്തിയാണ് കേസ്. KSRTC ബസിന്റെ യാത്ര തടസ്സപ്പെടുത്തി, മാത്രവുമല്ല ഔദ്യോഗിക കൃത്യ നിർവഹണത്തിൽ തടസ്സം വരുത്തി തുടങ്ങിയ ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകൾ ചുമത്തിയാണ് നിലവിൽ ഇപ്പോൾ ഈ കേസെടുത്തിരിക്കുന്നത്. ഇതിൽ നേരത്തെ തന്നെ വലിയ തരത്തിലുള്ള പ്രതിഷേധം അത് KSRTC ഡ്രൈവറായി യദു ഉൾപ്പെടെയുള്ള ആളുകളുടെ ഭാഗത്തു നിന്നും സമൂഹ മാധ്യമങ്ങളടക്കം വലിയ വിമർശനത്തിനും വഴിവെച്ചൊരു സംഭവമായിരുന്നു. കാരണം യദുവിനെതിരെ മാത്രം കേസെടുക്കുകയും പരാതിപ്പെട്ടിട്ടും മേയർക്കും സച്ചിൻ ദേവ് MLAക്കും എതിരെ കേസെടുത്തില്ല എന്നുള്ളതായിരുന്നു ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പരാതി. പ്രത്യേകിച്ച് പെരുവഴിയിൽ പാതിരാത്രിയിൽ ജീവനക്കാരെ അടക്കം KSRTC ബസ്സിൽ നിന്ന് ഇറക്കി വിട്ടു. മാത്രവുമല്ല അക്കാര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ സാധാരണ KSRTC ബസ് KSRTC പാലിക്കുന്ന പ്രൊസീജിയേഴ്സ് പാലിച്ചില്ലെന്നടക്കമുള്ള ഗുരുതരമായ ആക്ഷേപം അത് സർക്കാരിനെതിരെ പോലും എത്തിയിരുന്നു. ഒടുവിൽ കോടതിയിലേക്ക് ഒരു പരാതി എത്തേണ്ടി വന്നു MLAക്കും മേയർക്കും എതിരെ കേസെടുക്കാൻ എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം. ഏതായാലും ആ ഹർജിക്ക് പിന്നാലെ കോടതി നിർദ്ദേശം ഉണ്ടാവുകയും കോടതി നിർദ്ദേശത്തിന് പിന്നാലെ ഇപ്പോൾ കന്റോൺമെന്റ് പോലീസ് ഈ KSRTC ബസിന്റെ യാത്ര തടസ്സപ്പെടുത്തി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. റീജിത്ത്. ശരി, ഷഫീദ് റാവുത്തർ വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. എന്തായാലും മേയർ KSRTC ഡ്രൈവർ തർക്കത്തിൽ മേയർ ആര്യ രാജേന്ദ്രനും സച്ചിൻ ദേവ് MLAക്കുമെതിരെ പോലീസ് കേസെടുത്തിരിക്കുകയാണ്. കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് കന്റോൺമെന്റ് പോലീസിന്റെ നടപടി. കോഴിക്കോട് ഫറൂഖിൽ ഫൈബർ വള്ളങ്ങൾക്ക് തീപിടിച്ചു. ചാലിയാർപ്പുഴയിൽ നങ്കൂരമിട്ട 2 വള്ളങ്ങൾക്കാണ് തീപിടിച്ചത്. സമീപത്തെ തെങ്ങിൻ തോപ്പിലേക്കും തീ പടർന്നു. മീഞ്ചത്തിൽ നിന്ന് 2 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തി തീയണച്ചു. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല. താനൂർ താമിർ ജിഫ്രി കസ്റ്റഡി മരണക്കേസിൽ പ്രതികളായ പോലീസ് ഉദ്യോഗസ്ഥരെ CBI അറസ്റ്റ് ചെയ്തു. 1 മുതൽ 4 വരെ പ്രതികളായ സിവിൽ പോലീസ് ഓഫീസർമാരെയാണ് ഇന്ന് പുലർച്ചെ CBI സംഘം വീട്ടിലെത്തി അറസ്റ്റ് ചെയ്ത്. 24 ഇംപാക്ട്. താനൂർ പോലീസ് കസ്റ്റഡിയിലെടുത്ത മമ്പുറം സ്വദേശി താമിർ ജിഫ്രി സ്റ്റേഷനിൽ മരിച്ച കേസിലാണ് CBI നടപടി. 1-ാം പ്രതി താനൂർ പോലീസ് സ്റ്റേഷനിലെ സീനിയർ CPO ജിനേഷ്, 2-ാം പ്രതി പരപ്പനങ്ങാടി സ്റ്റേഷനിലെ CPO ആൽബിൻ അഗസ്റ്റിൻ, 3-ാം പ്രതി കൽപ്പകഞ്ചേരി സ്റ്റേഷനിലെ CPO അഭിമന്യു, 4-ാം പ്രതി തിരുരങ്ങാടി സ്റ്റേഷനിലെ CPO വിപിൻ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. 4 പേരും മലപ്പുറം ഡാൻസ് ഓഫ് അംഗങ്ങളായിരുന്നു. അതീവ രഹസ്യമായാണ് CBI പ്രതികളെ അറസ്റ്റ് ചെയ്തത്. വൈകിയെങ്കിലും CBI നടപടിയെ സ്വാഗതം ചെയ്യുന്നുവെന്ന്
താമർ ജിഫ്രിയുടെ സഹോദരൻ ഹാരിസ് ജിഫ്രി 24-നോട്. എന്തായാലും സന്തോഷമുണ്ട്. കാര്യം നമ്മളെ വിട്ടു 9 മാസത്തോളമായി. ഇതുവരേക്കും അനിയൻ്റെ കേസിൽ യാതൊരു പ്രത്യക്ഷത്തിൽ നടപടിയൊന്നും സ്വീകരിച്ചിട്ടില്ല. മൊഴികളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നുള്ളത് പ്രത്യക്ഷത്തിൽ ഇപ്പോഴാണ് ഒരു കാര്യം ചെയ്ത്. വളരെയധികം സ്വാഗതാർഹമാണ്. കഴിഞ്ഞ ഓഗസ്റ്റ് 1-നാണ് താനൂരിൽ പോലീസ് കസ്റ്റഡിയിലിരിക്കെ താമർ ജിഫ്രി കുഴഞ്ഞു വീണ് മരിച്ചത്. ലഹരി മരുന്ന് കൈവശം വെച്ചതിന് താമർ ജിഫ്രിയെയും 5 സുഹൃത്തുക്കളെയും മലപ്പുറം SP കീഴിലുള്ള ലഹരി വിരുദ്ധ സ്ക്വാഡ് കസ്റ്റഡിയിലെടുത്തുവെന്നാണ് FIR-ലുള്ളത്. മർദ്ദനമേറ്റതിനെ തുടർന്നാണ് താമർ ജിഫ്രി മരിച്ചതെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് സ്ഥിരീകരിച്ചു. 24 പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവിട്ടത്. താമർ ജിഫ്രിയെ മർദ്ദിക്കുന്നത് കണ്ടയാളുടെ വെളിപ്പെടുത്തലും 24 പുറത്തുവിട്ടത്. പിന്നാലെ വലിയ പ്രതിഷേധമുണ്ടായി. ആദ്യം ക്രൈംബ്രാഞ്ചായിരുന്നു കേസ് അന്വേഷിച്ചത്. അന്വേഷണത്തിൽ 4 പേർക്കെതിരെ കൊലക്കുറ്റം ചുമത്തി. എന്നാൽ അന്വേഷണം കാര്യക്ഷമമല്ലെന്നാരോപിച്ച് കുടുംബം രംഗത്ത് വന്നതോടെ കേസ് CBIക്ക് കൈമാറി. 24-ന്റെ ഇടപെടലിനെ താമർ ജിഫ്രിയുടെ കുടുംബം അഭിനന്ദിച്ചു. പുറത്ത് ജനങ്ങളിലേക്ക് ഇത് എത്തിച്ചതുകൊണ്ടാണ് ഇത് കൂടുതൽ പെട്ടെന്ന് ഇതിൻ്റെ കാര്യങ്ങൾ കൂടുതൽ വൈകാതെ തന്നെ ഇപ്പോഴെങ്കിലും ഒരു കാര്യങ്ങളൊക്കെ സംഭവിച്ചത്. അപ്പോൾ അതിന് നിങ്ങളൊക്കെ കാര്യത്തിൽ സ്വാഗതം ചെയ്യുന്നു, കാര്യം അഭിനന്ദിക്കുന്നു. പ്രതികളെ എറണാകുളം CJM കോടതിയിൽ റിമാൻഡ് ചെയ്തു. പോലീസ് സ്റ്റേഷനുകൾ ഇടിമുറികളാക്കുന്നവർക്കുള്ള താക്കീതാണ് താനൂർ കസ്റ്റഡി മരണക്കേസിലെ ഇപ്പോൾ നടന്നിരിക്കുന്ന അറസ്റ്റ്. ജനമൈത്രി എന്ന വാക്കിന് വില കൽപ്പിക്കുന്നതാവട്ടെ നമ്മുടെ പോലീസ് സ്റ്റേഷനുകൾ. സമീർ ബിൻ കരീം, 24, തിരൂർ. ഈ റിപ്പോർട്ടോടുകൂടി വാർത്താമഴയുടെ സമയം പൂർത്തിയാവുകയാണ്.